ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് ഒരു തിരക്കുള്ള ഒരു ഉച്ച ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നത്. ഇന്ന് ഞാൻ ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് പയറുപ്പേരിയും ചേനക്കറിയും മീൻ പൊരിച്ചതും മീൻ വരട്ടിയതുമാണ്. ഇന്ന് ഞാൻ ഒറ്റക്കാളുള്ളൂ കിച്ചണിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്ന് സ്റ്റെപ്പായിട്ട് ചെയ്തിട്ട് വരാം. ഞാൻ ആദ്യം പയർ മുറിച്ചിട്ടു. അതിൻ്റെ ശേഷം ചേന മുറിച്ചിട്ട് അതിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം തക്കാളി, പച്ചമുളക്, വല്യുള്ളി, പിന്നെ ലേശം ഞാൻ പരിപ്പ് ഇട്ടേക്ക്. അങ്ങനെ അതെല്ലാം ഞാൻ മുറിച്ച് കുക്കറിൻ്റെ അകത്തിട്ടിട്ടാണ് വേവിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. നമ്മൾ ഗ്യാസുമ്മലാണ് വെക്കുന്നത്. അപ്പോൾ കുക്കറിലാവുമ്പോൾ പെട്ടെന്നാവും, മറ്റേ ചട്ടിയിലാവുമ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പം ഞാൻ തനിച്ചായതുകൊണ്ട് അല്ലെങ്കിലും ഇങ്ങനത്തെ വേവുള്ളതൊക്കെ നമ്മൾ കുക്കറിൽ തന്നെയാണ് ഇടൽ. അങ്ങനെ അതെല്ലാം ഞാൻ കുക്കറിലിട്ട് വെള്ളവും പാർന്ന് ഇതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മൾ മുളക് പൊടിയൊന്നും ഇടലില്ല. പിന്നെ നമ്മളിപ്പോൾ മുളകിട്ട കറി ഇല്ലെങ്കിൽ, അതായത് മീൻ വരട്ടിയതോ അങ്ങനത്തെ ചുവന്ന കറി ഇല്ലെങ്കിൽ മാത്രം നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന എല്ലാ കറികളിലും മുളക് ഇടും. അല്ലെങ്കിൽ മഞ്ഞൾ ഉപ്പ് മാത്രമാണ് ഇടലുള്ളൂ. ഇപ്പം ഞാൻ തേങ്ങ ചിരണ്ടി. അപ്പോൾ തേങ്ങ ഞാൻ പയറുപ്പേരിക്കും പിന്നെ ലേശം ചമ്മന്തിക്കും പിന്നെ തേങ്ങ അരച്ച കറിയിലേക്കും കൂടി എല്ലാം ഒരുമിച്ച് അങ്ങ് ചിരണ്ടി. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചതാണ്. അപ്പോഴത്തേക്ക് നമ്മൾ തേങ്ങ ചിരണ്ടിയെല്ലാം മുറിച്ചിടുമ്പോഴത്തേക്ക് നമ്മൾ ചോറെല്ലാം വെന്ത് കഴിഞ്ഞ്. അപ്പോൾ ഞാൻ ചമ്മന്തിയിലിടൽ വെളുത്തുള്ളി, വല്യുള്ളീൻ്റെ കഷ്ണം, പിന്നെ പച്ചമുളക്. അപ്പോൾ ചുവന്ന ചമ്മന്തിയാണ് പൊടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ മുളക് പൊടിയിൽ അതിടും. ഞാൻ വെള്ള ചമ്മന്തിയാണ് പൊടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ പച്ചമുളകാണ് ഇട്ടത്. അങ്ങനെ ഞാൻ എല്ലാം മുറിച്ചിട്ടതിൻ്റെ ശേഷം പിന്നെ അടുപ്പത്ത് വെച്ച് വേവിക്കാൻ പോയത്. നല്ല വേഗം കഴിയുമല്ലോ. പിന്നെ എല്ലാം മുറിച്ചിട്ട് സെറ്റാക്കി വെച്ചാൽ നമുക്ക് പിന്നെ വേവിക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. പിന്നെ അല്ലാണ്ട് നമ്മളന്ന് അതവിടെ വെച്ച് അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇപ്പുറത്തുനിന്ന് ഇതാക്കാൻ പോയാൽ ചിലപ്പോൾ ഇപ്പുറത്തുനിന്ന് കരിഞ്ഞങ്ങ് പോകും. അതുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലാം മുറിച്ചിട്ട്, ഞാൻ ഒറ്റയ്ക്കാവുന്ന ദിവസം ഞാനെല്ലാം കറിക്കുള്ളതും ഉപ്പേരിക്കുള്ളതും ഒക്കെ ഞാൻ മുറിച്ചിട്ടതിന് ശേഷം ഞാൻ വേവിക്കാൻ നിൽക്കുള്ളൂ. എന്നാൽ വേഗം പണി കഴിയുന്നതിൻ്റെ തൊട്ടാണ് എനിക്ക് തോന്നൽ. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തന്നെയാണോ, അല്ലെങ്കിൽ ഓരോന്നാക്കി വെക്കുന്നതാണോ, എങ്ങനെ നിങ്ങളെ പണിക്ക് എളുപ്പമെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഉപ്പേരി അവിടെ ഇറക്കി വെച്ച് പിന്നെ ഞാൻ കറിക്കുള്ളത് തേങ്ങ പറന്ന് കൊടുത്ത്. അങ്ങനെ തേങ്ങ അടന്ന് തിളച്ചിട്ടാണ് നമ്മൾ കടുക് പൊട്ടിച്ച് പാരുക. പിന്നെ അങ്ങനെ തേങ്ങ അടന്ന് പതിച്ച് നമ്മൾ കടുക് പൊട്ടിച്ച് പാർന്ന് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപ്പേരിക്കുള്ളതും കറിയെല്ലാം ചോറെല്ലാം ആയി. പക്ഷെ നമുക്ക് മീൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച് മീൻ കൊണ്ടുവരുന്നതിൻ്റെ മുന്നേ വേഗം നമ്മൾ എന്താ പറയുക, പണിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാൻഡ് മൊത്തം ഫുള്ള് അലങ്കോലമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ മീൻ കൊണ്ടുവരുന്നതിന് മുന്നേ സ്റ്റാൻഡെല്ലാം അങ്ങ് ഒതുക്കി വെച്ചാൽ പിന്നെ മീൻ മുറിക്കേണ്ടതും മീനിൻ്റെ പണി മാത്രമാണല്ലോ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ സ്റ്റാൻഡെല്ലാം ഒരുക്കി. കഴുകാൻ ഒരുപാട് പാത്രങ്ങളായിട്ടുണ്ട്. നമ്മൾ പിന്നെ കിച്ചണിൽ കഴിഞ്ഞാൽ പിന്നെ ഓരോന്നെടുത്ത് അവിടെ വെച്ച് പിന്നെ സ്റ്റാൻഡ് നിറയുമല്ലോ. അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി. മീൻ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷമാണ് മീൻ എത്തിയത്. ഇന്ന് ഞാൻ തനിച്ചായത് കൊണ്ടാണ്, അല്ലെങ്കിൽ സഹായത്തിനൊക്കെ ഇവിടെ ഉമ്മയും അനിയൻ്റെ ഭാര്യയും ഒക്കെ ഉണ്ട്. ഇന്ന് അനിയൻ്റെ ഭാര്യ അവളെ സ്വന്തം വീട്ടിൽ പോയി. ഉമ്മ എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോയതാണ്. അല്ലെങ്കിൽ നമ്മളെ പണി വേഗം കഴിയും. പിന്നെ അതുമല്ല, ഇന്ന് എൻ്റെ ഉമ്മയും ഉപ്പയും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോറ് ആക്കിയതിൻ്റെ ശേഷം ഓല് വരുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ കൂടാനാണ് വന്നത്. അപ്പോൾ ഞാൻ എന്തെടുത്ത് ഞാൻ ആക്കിയ ചോറ് തന്നെ അവർക്ക് കൊടുത്ത്. പിറ്റേന്ന് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ബിരിയാണി വെച്ച്. അപ്പോൾ എൻ്റെ ഈ ചാനൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കില്ലേ ബിരിയാണി വെച്ചതൊക്കെ. അങ്ങനെ ഇത് കുറച്ച് മുന്നേത്തുള്ള വീഡിയോ എന്നോട് അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയത്. അതാണ് കുറച്ച് ലേറ്റായി പോയത്. വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല. ഞാനെല്ലാം സെറ്റാക്കിയാളെ വെച്ച് കളു സൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെ ആ വീഡിയോൻ്റെ കാര്യം അങ്ങ് മറന്നും പോയി. അങ്ങനെ ഇപ്പം ഞാൻ ആ വീഡിയോ കണ്ടിട്ട് സൗണ്ട് കൊടുത്ത് അപ്ലോഡ് ചെയ്തത്. അങ്ങനെ നമ്മളെല്ലാം വൃത്തിയാക്കി കഴിയുമ്പോഴത്തേക്ക് മീനെത്തിയിട്ടുണ്ട്. നമുക്ക് മീനിന്ന് കിട്ടിയത് കേതലും മത്തിയുമാണ്. അപ്പോൾ മത്തി ഞാൻ വരട്ടാമെന്ന് വിചാരിച്ച്. വരട്ടാമെന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് അറിയില്ല. നമ്മൾ മുളകിട്ടിട്ട് വെക്കില്ലേ, വറ്റിച്ച് വെക്കൂലേ, ആ കറിക്കാണ് വരട്ടാമെന്ന് പറയാം. അങ്ങനെ മത്തി ഞാൻ വരട്ടാനും എടുത്ത് വെച്ച് കേതൽ പൊരിക്കാനും വെച്ച്.
അങ്ങനെ ഇതാ പൊരിക്കാനുള്ള വേറെ വരട്ടാനുള്ള വേറെ അങ്ങനെ സെപ്പറേറ്റ് ആക്കുകയാണ്. നമ്മൾ വരട്ടുമ്പോൾ ഇല്ലേ തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, പുളി വീഞ്ഞത്, മസാല അങ്ങനെ എല്ലാം നമ്മൾ മീനടക്കം ഒരുമിച്ച് ആക്കി പിന്നെ കലക്കിയിട്ട് ഒന്നായിട്ട് വെക്കലാണ്. പക്ഷേങ്കിൽ ഇവിടെ അങ്ങനെയാണ് വെക്കൽ. എൻ്റെ വീട്ടിൽ ആദ്യം തക്കാളിയും പച്ചമുളകൊക്കെ വാട്ടി പിന്നെ അത് വാട്ടി വന്നാൽ മുളക് പൊടിയിട്ട് പിന്നെ പുളിയിട്ട് ലാസ്റ്റ് അത് പച്ച് വന്നാലൊക്കെയാണ് മീനിടുള്ളൂ. പക്ഷേങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മീനടക്കം ഒരുമിച്ചിട്ടിട്ട് എല്ലാം അങ്ങ് ഒരുമിച്ച് കലക്കലാണ്. എനിക്കും അത് എളുപ്പമായിട്ടാണ് തോന്നിയത്. അല്ലാണ്ട് നമ്മളിതിങ്ങനെ വാട്ടാൻ കുത്തിരിക്കണം, പിന്നെ അത് മീനിടണം. ഇതാകുമ്പോൾ എല്ലാം ഒരുമിച്ച് അങ്ങ് കലക്കി കഴിഞ്ഞാൽ പറിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം ഉലുവ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളെ പണി കഴിയില്ലേ. എനിക്ക് എളുപ്പമായിട്ട് ഇതാണ് തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പമെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ വരട്ടിയത് അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ മീൻ പൊരിക്കുന്നതിൻ്റെ അകത്ത് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഗരം മസാലയൊക്കെ ചേർക്കും. പിന്നെ അവിടെ വെളുത്തുള്ളീൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് നല്ലൊരു ചൊയ കിട്ടും മീനിന്. അങ്ങനെ ഞാൻ പിന്നെ ഒരു ചെറിയൊരു വെല്ലുള്ളി ഇടലില്ല. അപ്പോൾ ചെറിയൊരു കഷ്ണം വെല്ലുള്ളി നമ്മൾ ഇട്ടതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് അതായിട്ട് എന്തിനാണ് വെക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വെല്ലുള്ളിയും കൂടിയെല്ലാം ഇട്ട് കൊടുത്തതാണ്. അങ്ങനെ നമ്മളെ പണിയെല്ലാം കഴിഞ്ഞ് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.